ഹലോ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ, ആ രണ്ട് മരം മുറിച്ച് കളഞ്ഞു. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. അതുപോലെ ഷെഡ് കയറ്റിയിരുന്നതൊക്കെ അത് ഞാൻ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഗേറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഗേറ്റാണ് വെച്ചിരിക്കുന്നത്. അതെന്ത് ഗേറ്റാണെന്ന് പറയുക, വീൽ ഗേറ്റാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വീൽ ഗേറ്റ് ഇങ്ങനെ വെക്കണം. ആദ്യം അവർ ഫില്ലറൊന്നും കെട്ടാതെ ഗേറ്റ് ആദ്യം പിടിപ്പിച്ച്, എന്നിട്ട് പിന്നെ ഈ വീലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഉണ്ടല്ലോ ഓരോരോ കുറ്റികളുണ്ട്. അപ്പോൾ ആ കുറ്റിയിൽ ആദ്യം കോൺക്രീറ്റ് ഇടുകയാണ്. കോൺക്രീറ്റ് ഇട്ടതിൻ്റെ ശേഷമാണ് അവർ ഫില്ലർ കെട്ടണത്. 3 പണിക്കാരുണ്ടായിരുന്നു. 3 ദിവസം പണിയെടുത്തു. അങ്ങനെ 3ാമത്തെ ദിവസമൊക്കെ പോയത്തിന് ഏകദേശം പണിയൊക്കെ ആയി. ഫില്ലറൊക്കെ കെട്ടി. ഒരു ചെറിയ ഫില്ലറും പിന്നെ ഒന്ന് സാധാ വലിയ ഫില്ലർ, ഒന്ന് മതിലിനോട് യോജിച്ചിട്ടുള്ള ഫില്ലറാണ് ഉണ്ടാക്കിയത്. പിന്നെ മറ്റേതാ വേണ്ടത് വേറൊരു ഫില്ലർ. ഇതാണ് വലിയ ഫില്ലർ കിട്ടിയത്. അങ്ങനെ ഗേറ്റിൻ്റെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കല്ലും കട്ടയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നിറയെ വൃത്തികേടായിട്ടാണ് കിടക്കണത്. അങ്ങനെ ഗേറ്റൊക്കെ വെച്ച് എന്താണ് വർത്താനം പറയുമ്പോൾ ചങ്കിനൊരു കരപ്പ്. അപ്പോൾ ഇന്ന് മുണുങ്ങണ കിട്ടും. ആദ്യമായിട്ട് തുറക്കുമെന്ന്, പണിക്കാർ പോയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് തുറക്കുമെന്ന്. പണിക്കാരൻ വന്നതാണ് കല്ലും കട്ടയും മാറ്റാൻ വേണ്ടിയിട്ട്. അയാളെ വിളിച്ച് ഞങ്ങൾ. അപ്പോൾ മൂപ്പര് വന്നിട്ട് വേണ്ട അങ്ങനെ തുറക്കുക. അങ്ങനെ ഗേറ്റ് ഒരു ഭാഗത്തും തുറക്കും ചെയ്യുക, ഒരു ഭാഗത്ത് വീലും. ഞങ്ങൾ ആദ്യത്തേറ്റ് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ ഇനി ഫ്രണ്ടിൽ കാർ ഷെഡ് കെട്ടുമ്പോൾ ഇഷ്ടമല്ല. കാരണം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഇരുട്ട് പിടിച്ച പോലെ ആവുള്ളൂ വിചാരിച്ചിട്ട്. ഇതാ ആദ്യത്തെ ഗേറ്റിൻ്റെ തണൽമരം കണ്ടില്ലേ, ഇതാണ് തണൽമരം. അതിപ്പം താഴത്തുനിന്ന് വരാതെ ഞാൻ വെൽഡർ വന്നപ്പോൾ നല്ലൊരു കമ്പി കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ആക്കി. അത് കാരണം അത് ഇങ്ങനെ പൊങ്ങി നിൽക്കണത്. ഇപ്പം നിറയെ മിറ്റായി. എന്തായാലും കല്ലും കട്ടൊക്കെ മാറ്റിയപ്പോഴേ നല്ല വൃത്തിയാവും ചെയ്ത്, നല്ല സ്ഥലമുള്ള പോലെയും തോന്നുന്നുണ്ട്.